വർഷത്തിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രം നടക്കാൻ പോകുന്ന ഒരു മഹാത്ഭുതം നടക്കാൻ പോവാന്ന്. അതുകൊണ്ടാണ് ഞാൻ രാവിലെ എഴുന്നേറ്റ് നടക്കണത്. എന്താന്നല്ലേ, ഞാനും എൻ്റെ ഉമ്മയും ഉമ്മാന്റെ വീട്ടിൽ പോവാണെന്ന്. അപ്പൊ നിങ്ങൾ കരുതും, ഉമ്മാന്റെ വീട്ടിലൊന്നും പോവലില്ലേ? പോവലുണ്ട്. കൊല്ലത്തിൽ 2 വട്ടം. ഒന്നാമത്തത് അമ്മ വരുന്നത് ദിവസം, രണ്ടാമത്തത് പെരുന്നാളിന്റെ ദിവസം. ഇതല്ലാതെ ഞങ്ങൾ ഉമ്മാന്റെ വീട്ടിൽ പോവലില്ല. അപ്പൊ നിങ്ങൾ കരുതും, അപ്പൊ ഉമ്മാന്റെ വീട്ടുകാരും നിങ്ങളും തമ്മിൽ എന്തെങ്കിലും കച്ചറയാണ് നല്ലത്. ഏ എന്റെ ഒരു പ്രവാസിയായിരുന്നു. വെറും പ്രവാസിയല്ല, ഒരു സർട്ടിഫൈഡ് പ്രവാസി. 30 കൊല്ലം ഇപ്പൊ സൗദി അറേബ്യയിൽ കഷ്ടപ്പെട്ട് എക്സിറ്റ് അടിച്ച് നാട്ടിൽ വന്ന ആ സമയം മുതൽ ഇപ്പൊ എപ്പോഴും പറയുന്ന കാര്യമാണ് ബാക്കിയുള്ള ടൈം എൻ്റെ ഫാമിലിന്റെ കൂടെ സ്പെൻഡ് ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും ഇല്ലാത്ത എവിടെയും പോകലില്ല. 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഉമ്മാന്റെ വീട്ടുകാർ ഇവിടെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഗ്യാപ്പ് ഫീൽ ചെയ്യലില്ല. എവിടെയെങ്കിലും പോവാന്ന് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു മിനിമം ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എങ്കിലും ചെയ്യണം. ഇനി ഞാൻ മാത്രമേ ഉള്ളൂ അങ്ങനെയെന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ചുരുങ്ങിയത് ഒരു 3 ഡ്രസ്സെങ്കിലും ഞാൻ ഒരു ദിവസം ഇട്ട് നോക്കും. ഇത് പറ്റുമോ, അത് പറ്റുമോ, ഇത് പറ്റുമോ, ഇതിനൊക്കെ ഞാൻ ഉമ്മാനോട് ചോദിക്കുകയും ചെയ്യും, ഉമ്മ ഇതൊക്കെയാണോ, അതൊക്കെയാണോ. ഒരുവിധം മാറ്റൊരുങ്ങി പുറത്തിറങ്ങിയപ്പോഴാണ് വൻ വെയിൽ. ഇമാതിരി വെയിലത്തൊക്കെ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുന്ന ആൾക്കാരെ സമ്മതിക്കണം. സ്റ്റൈല് മെയിൻറ്റെയിൻ ചെയ്യാൻ ഓരോ കാര്യങ്ങളെ. പിന്നെ ഞങ്ങൾ ബസ് കിട്ടാനൊരു ഓട്ടമായിരുന്നു. കാരണം ഇപ്പൊ വരുന്നില്ലല്ലോ, ഞാനും ഉമ്മയും മാത്രമല്ലേ പോകുന്നത്. പിന്നെ ഒരു 10-30 കിലോമീറ്റർ ഉള്ളു. അതുകൊണ്ട് പിന്നെ വലിയ സീനില്ല എന്നുള്ള നിലക്കാണ് ഞാൻ ഈ ഡ്രസ്സ് ഇട്ട് പോകുന്നത്. പോര് അവിടെയാണ് എൻ്റെ വീടുള്ളത്. അവിടെയുള്ള ആൾക്കാർക്ക് മനസ്സിലാവും, കമാനത്തിന്റെ മെയിൻ്റനൻസിന്റെ വർക്ക് കാരണം അപ്പുറത്തൊന്നും ഇപ്പുറത്തൊന്നും ബസ് സർവീസ് എന്ന് പറഞ്ഞതിൽ പണ്ടത്തെ തോണി സർവീസ് മാതിരിയാണ്. അവിടെ എല്ലായിടത്തും ഇവിടെ ഒരു 10 ബസ്സും അപ്പുറത്തൊരു 10 ബസ്സും അങ്ങനെ നിർത്തിയിടുക. ഇവിടുന്ന് കരുവാരകുണ്ട് ഭാഗത്തിലോലാണെങ്കിൽ ഇവിടെ ഇറങ്ങണം, അവിടുന്ന് പാണ്ടിക്കാട് ഭാഗത്തിലോലാണെങ്കിൽ അവിടെ ഇറങ്ങണം. ബസ് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. ഒരുവിധം ബസ്സൊക്കെ കിട്ടി ഞങ്ങൾ പാണ്ടിക്കാട് സ്റ്റാൻഡിലെത്തി. പിന്നെ കടയിൽ കയറി എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ എഴുതിയപ്പോഴാണ് ഈ സാധനം. ഇതിൻ്റെ ഉള്ളിൽ തിന്നാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ചെറിയ വാങ്ങി. പിന്നെ ഞാനും ഇമ്മയും സൈഡ് സീറ്റ് ലവേഴ്സാണ്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ തമ്മിൽ അടിയുണ്ടായിരുന്നു സൈഡ് സീറ്റ് കിട്ടാൻ വേണ്ടി കണ്ട്, അഥവാ വിൻഡോ സീറ്റ്. പിന്നെ ഞാൻ ഛർദ്ദിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇമ്മ ഓക്കെ നീ എടുത്തോ എന്ന് പറഞ്ഞു തന്നു. ബസ് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ കണ്ടത്, ആഹാ ദുൽഖറിന്റെ സലാല മൊബൈൽസ് അല്ല. ഏതായാലും ഉമ്മാനെ വിട്ട് പോണ വഴി ഭയങ്കര ഭംഗിയാട്ടോ, പുഴയും വയലും എല്ലാം ഉണ്ട് കാണാൻ. അതുകൊണ്ട് പലപ്പോഴും പോകുന്നതാണെങ്കിലും ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ബസ് ഇറങ്ങിയാൽ കുറെ നടക്കാനൊന്നുമില്ല, മെയിൻ റോഡിൽ തന്നെയാണ് വീട്. ദേ ഇതെന്റെ വല്യപ്പ. 5 മക്കളിൽ 15 പേരെ കുട്ടികളുള്ള ആളാ. അതിന്റെ അഹങ്കാരമൊന്നുമില്ല കേട്ടോ. ഇതിന്റെ അമ്മിമ്മ, അതായത് എന്റെ ഉമ്മമ്മ. ഇവർ രണ്ടുപേരുമാണ് ഇവിടുത്തെ ലവ് ബേർഡ്സ്. ക്യാമറ കണ്ട കുറവാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ നാണിച്ചിക്കണ്. ദേ ഈ കിടക്കുന്ന 2 എണ്ണം അമ്മോന്റെ. ഒന്നും കൂടി ഉണ്ടേ. ഞങ്ങൾ വന്നപ്പോ മുട്ടായി ഒന്നും കൊടുന്നില്ല. അപ്പൊ അമ്മ വരെയും കൂട്ടി മുട്ടായി വാങ്ങാൻ പോകാൻ പറഞ്ഞു. ഇവ എന്റെ ഭാര്യയാണ്, കിൻഡർ ജോയൊക്കെ പറ്റൂ. പക്ഷെ മറ്റൊക്കെ എന്തും പോകും. ഒരു വിധത്തിലാണ് ഞാൻ ലേസ് വരെ എത്തിച്ചത്. കിൻഡർ ജോയിന്ന് ലേസ് വരെ എത്തിക്കാറ ചെറിയ പരിപാടി അല്ലാതെ. ബാക്കി പൈസ ഞാൻ മുക്കി. കാരണം എന്താ, അൺഎംപ്ലോയ്മെന്റ് ആണല്ലോ പ്രശ്നം. ക്രോക്രോച്ച് പാർട്ടി, ഞാനും ക്രോക്രോച്ച് പാർട്ടിയിൽ അംഗാണ്. പിന്നെ എല്ലാവരോടും ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അവിടുന്ന് ബസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ്. ഒരു ബസ് വെയിറ്റിംഗ് ഷെഡ് പോലും ഇല്ല. ബസ് വന്നു കഴിഞ്ഞാൽ എനിക്ക് കോമ്പറ്റേറ്റീവ് മൈൻഡാ. എന്തേ വിൻഡോ സീറ്റ് ആണല്ലോ. പക്ഷെ വെയിൽ ഇപ്രാവശ്യം എന്നെ ചതച്ചു. കിഡ്നി ടച്ചിങ് ആണ്. എങ്ങനെയെങ്കിലും പേരിലെത്താൻ മതി എന്നുള്ള നിലക്കാണ് ഞങ്ങൾ പോയത്. അവസാനം പേരിലെത്തി. അപ്പൊ ബാക്കി നാളെ.